കൂട്ടുകാരെ, 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 2 ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ് എന്ന സ്റ്റോറിയിലെ ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ്, ചെറിയ ഒരു കുഞ്ഞ് എൻജിൻ അഥവാ ട്രെയിൻ അല്ലെ, ചെറിയ ട്രെയിൻ. ദാറ്റ് കുഡ്, അതിന് കഴിയുമായിരുന്നു അല്ലെങ്കിൽ അതിന് കഴിഞ്ഞു. എന്താണത്? ചെറിയ എൻജിനും തന്നാലായത് അല്ലേ. ആ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസറും അതിൻ്റെ അർത്ഥവും നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഹാപ്പൻ ടു ദ ലിറ്റിൽ ട്രെയിൻ? ലിറ്റിൽ ട്രെയിനിന് എന്ത് സംഭവിച്ചു? ദ ലിറ്റിൽ ട്രെയിൻ കെയിം ടു എ സ്റ്റോപ്പ് ആൻഡ് കുഡ്ന്റ് മൂവ് ബിക്കോസ് ഹെർ വീൽസ് വുഡന്റ് ടേൺ. ലിറ്റിൽ ട്രെയിന് ഒരു സ്റ്റോപ്പിലെത്തി, പക്ഷെ അതിന് മൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല, അതിന് ചലിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവളുടെ ചക്രങ്ങൾക്ക് തിരിയുവാൻ കഴിയുമായിരുന്നില്ല, അല്ലെങ്കിൽ തിരിഞ്ഞില്ല അല്ലേ. ചക്രം തിരിയുമ്പോഴാണല്ലോ തീവണ്ടി ഓടുന്നത്. അപ്പോൾ അതാണ് ലിറ്റിൽ ട്രെയിനിന് സംഭവിച്ചത്. അടുത്ത ചോദ്യം, വൈ ഡസ് ദ ലിറ്റിൽ ട്രെയിൻ ക്യാരി തിങ്സ് ടു ദി അതർ സൈഡ് ഓഫ് ദി മൗണ്ടെയിൻ? ലിറ്റിൽ ട്രെയിൻ എന്തിനാണ് മലയുടെ മറുവശത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നത്? The little train carries things to the other side of the mountain to bring toys and good food to boys and girls. എന്താണ് ചെറിയ ട്രെയിൻ കൊണ്ടുപോകുന്നത്? മലയുടെ മറുവശത്തേക്ക് കൊണ്ടുപോകുന്നത് ടോയ്സ് ആണ്, കളിപ്പാട്ടങ്ങളാണ്, അതുപോലെ നല്ല ഭക്ഷണമാണ്. ആർക്ക് വേണ്ടി? ടു ബോയ്സ് ആൻഡ് ഗേൾസ്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയുള്ള കളിപ്പാട്ടങ്ങളും നല്ല ഭക്ഷണവുമാണ് കുഞ്ഞു ട്രെയിന് മലയുടെ മറുവശത്തേക്ക് കൊണ്ടുപോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിൽ ദ ഷൈനി ന്യൂ എൻജിൻ ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ? ഷൈനി ന്യൂ എൻജിൻ ലിറ്റിൽ ട്രെയിനിനെ സഹായിക്കുമോ? അല്ലേ. എന്താണ്? നോ, ഇല്ല. The shiny new engine refused to help the little train because he carries people and doesn't pull train. ഷൈനി ന്യൂ എൻജിൻ എന്താണ്? അവരുടെ ഹെൽപ്പ് ചെയ്യാമോ എന്ന് പറഞ്ഞത് നിരസിച്ചു അല്ലേ. ഹെൽപ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണ്? ആ ട്രെയിൻ ആളുകളെ മാത്രമാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ ഡസൻറ്റ് പുൾ ട്രെയിൻ എന്നാണ് പറഞ്ഞത്. ട്രെയിനുകളെ അത് വലിക്കാറില്ല. അടുത്ത ചോദ്യം എന്താണ്? ദ ഷൈനി ന്യൂ എൻജിൻ വാസ് എ ബിറ്റ് ഫ്രണ്ട്ലി ബട്ട് ഹി ഡിഡ്ന്റ് ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ. വൈ? ഷൈനി ന്യൂ എൻജിൻ അല്പം പോലും സൗഹൃദത്തിലായിരുന്നില്ല അല്ലേ, ഫ്രണ്ട്ഷിപ്പിലായിരുന്നില്ല. എന്നാൽ അത് ലിറ്റിൽ ട്രെയിനിനെ സഹായിച്ചില്ല. എന്തുകൊണ്ട്? The shiny new engine refused to help because he said it was not what he did, meaning he only carried people, not trains. ഇവരുടെ സഹായം ഷൈനി ന്യൂ എൻജിൻ റിഫ്യൂസ് ചെയ്തു. മാത്രമല്ല അത് അവന് ചെയ്യുമായിരുന്നില്ല എന്ന് പറഞ്ഞു. കൂടാതെ അവൻ എന്താണ്? ആ ട്രെയിൻ ജനങ്ങളെ, ആളുകളെ മാത്രമാണ് കയറ്റുക അല്ലെങ്കിൽ ക്യാരി ചെയ്യുക, ട്രെയിനുകളെ വലിക്കാറില്ല എന്നും ഷൈനി ന്യൂ എൻജിൻ പറഞ്ഞു. അടുത്ത ചോദ്യം നോക്കൂ. ദ ബിഗ് സ്ട്രോങ് എൻജിൻ പഫ്ഡ് എവേ വിത്തൗട്ട് എ വേർഡ്. വാട്ട് വാസ് ദ റീസൺ? കൂട്ടുകാരെ, ബിഗ് സ്ട്രോങ് എൻജിൻ ഒരു വാക്കുപോലും പറയാതെ പോയി അല്ലേ. എന്തായിരുന്നു കാരണം? ദ ബിഗ് സ്ട്രോങ് എൻജിൻ പഫ്ഡ് എവേ വിത്തൗട്ട് ഹെൽപ്പിംഗ് ബിക്കോസ് ഹി സെഡ് he only pulled heavy loads and didn't have time to help the little train. എന്താ കാരണം? ആ വലിയ സ്ട്രോങ് ആയിട്ടുള്ള എൻജിൻ വലിയ പഫ്ഡ് എവേ അല്ലേ, വലിയ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവിടെ നിന്നും സഹായിക്കാതെ പോയി. കാരണം അവൻ ഹെവി ലോഡ്, നല്ല ഭാരമുള്ള ലോഡ് മാത്രമേ അവൻ വലിക്കാറുള്ളൂ.
അതുപോലെ ഈ കുഞ്ഞ് ട്രെയിനിനെ വലിക്കാൻ അവന് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ബിഗ് സ്ട്രോങ് എൻജിൻ അവിടെ നിന്നും പോയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Will the little blue engine help the little train? ലിറ്റിൽ ബ്ലൂ എൻജിൻ ലിറ്റിൽ ട്രെയിനിനെ സഹായിക്കുമോ? എന്താണ് ഉത്തരം? യെസ്, the little blue engine will help the little train by pulling it over the mountain. അതെ, ലിറ്റിൽ ബ്ലൂ എൻജിൻ നമ്മളെ കുഞ്ഞു ട്രെയിനിനെ സഹായിക്കും. എങ്ങനെ? പുള്ളിങ് ഇറ്റ് ഓവർ ദ മൗണ്ടെയിൻ. മൗണ്ടെയിൻ എന്ന് വെച്ചാൽ പർവ്വതം അല്ലേ? പർവ്വതങ്ങൾക്ക് മുകളിലേക്ക് അല്ലെങ്കിൽ അപ്പുറത്തേക്ക് അതിനെ വലിച്ചുകൊണ്ട് അത് സഹായിക്കും. What would happen if the little blue engine did not help the little train? നോക്കൂ, ലിറ്റിൽ ബ്ലൂ എൻജിൻ ലിറ്റിൽ ട്രെയിനിനെ സഹായിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും അല്ലേ? അവിടെ സഹായിച്ചില്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക? If the little blue engine didn't help, the boys and girls on the other side of the mountain would not have any toys or good food. ഒരുപക്ഷെ ലിറ്റിൽ ബ്ലൂ എൻജിൻ കുഞ്ഞു ട്രെയിനിനെ സഹായിച്ചില്ലെങ്കിൽ മലയുടെ മറുവശത്തുള്ള ബോയ്സും ഗേൾസും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എന്താണ്? ടോയ്സുകൾ ഉണ്ടാവില്ല, കളിപ്പാട്ടങ്ങൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതുപോലെ തന്നെ നല്ല ഭക്ഷണവും അവർക്ക് ലഭിക്കില്ല. അടുത്ത ചോദ്യം, ഹൗ ഡസ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഡിഫർ ഫ്രം ദി അതർ എൻജിൻ? ലിറ്റിൽ ബ്ലൂ എൻജിൻ മറ്റ് എൻജിനുകളിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ആൻസർ എന്താണ്? ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി അതർ എൻജിൻസ് ബിക്കോസ് ഇറ്റ് ഈസ് സ്മോൾ ആൻഡ് ഡസൻറ്റ് പുൾ ഹെവി ലോഡ്സ് ലൈക്ക് ദ അതർ എൻജിൻസ്. ലിറ്റിൽ ബ്ലൂ എൻജിൻ മറ്റു എൻജിനുകളിൽ നിന്നെല്ലാം വ്യത്യാസമാണ്. കാരണം അത് ചെറിയതാണ്, അതുപോലെ അത് ഹെവി ലോഡ്, ഭാരമേറിയ ലോഡൊന്നും വലിക്കാറില്ല. മറ്റു ട്രെയിനുകളെ പോലെ ഇത് അത്തരത്തിലുള്ള ലോഡുകളൊന്നും വലിക്കാറില്ല. ഇങ്ങനെയാണ് ഈ ഒരു ട്രെയിന് മറ്റു ട്രെയിനുകളിൽ നിന്നും വ്യത്യസ്തപ്പെട്ടിരുന്നത്. അടുത്ത ചോദ്യം എന്താണ് കൂട്ടുകാരെ? വാട്ട് ആർ ദ ക്വാളിറ്റീസ് ദാറ്റ് യു ഫൈൻഡ് ഇൻ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ? നിങ്ങൾ എന്തൊക്കെ ഗുണങ്ങളാണ് ലിറ്റിൽ ബ്ലൂ എൻജിന് കാണുന്നത്? The little blue engine shows qualities like determination, kindness and perseverance. എന്തൊക്കെയാണ്? ദൃഢനിശ്ചയം, അതുപോലെ ദയ, ഒരു ഉത്സാഹം, സ്ഥിരമായ ഒരു സ്ഥിരോത്സാഹം. ഇതൊക്കെയാണ് ലിറ്റിൽ ബ്ലൂ എൻജിൻ്റെ ഗുണങ്ങൾ. അടുത്ത ചോദ്യം, why did the dolls and toys start smiling and clapping? പാവകളും കളിപ്പാട്ടങ്ങളും ചിരിക്കാനും കൈയടിക്കാനും തുടങ്ങിയത് എന്തുകൊണ്ടാണ്? The dolls and toys started smiling and clapping because they were finally going to reach their destination and bring joy to the boys and girls. പാവകളും കളിപ്പാട്ടങ്ങളും ചിരിക്കാനും കൈയടിക്കാനും തുടങ്ങി. കാരണം അവസാനം അവർ എന്താണ്? അവരുടെ സ്ഥലത്ത് എത്താൻ പോവുകയാണ്, അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പോവുകയാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സന്തോഷം കൊണ്ടു ചെന്നെത്തിക്കാൻ പോവുകയാണ്. Why does the little blue engine say, I think I can? എന്തുകൊണ്ടാണ് ലിറ്റിൽ ബ്ലൂ എൻജിൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്? The little blue engine says, I think I can, because she is determined to help the little train despite being small and uncertain. എന്താണ്?
എനിക്ക് കഴിയും, ഞാൻ ചിന്തിക്കുന്നു എനിക്ക് കഴിയും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. കാരണം അവൾക്ക് ദൃഢനിശ്ചയമുണ്ടായിരുന്നു ലിറ്റിൽ ട്രെയിനെ അവൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന്. അവളൊരു ചെറിയ ട്രെയിൻ ആണെങ്കിലും കൂടിയിട്ട് മറ്റ് ലിറ്റിൽ ട്രെയിനിനെ സഹായിക്കാൻ കഴിയുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ക്യാരക്ടർ ഇൻ ദി സ്റ്റോറി ഡു യു ലൈക്ക് ദ മോസ്റ്റ്? വൈ? ഈ കഥയിലെ ഏത് കഥാപാത്രത്തെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? കാരണം എന്തുകൊണ്ട്? അല്ലെ എന്ത് എന്ന് പറയണം. ഐ ലൈക്ക് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ because it shows kindness and determinations to help others. എനിക്കിഷ്ടപ്പെട്ടത് ലിറ്റിൽ ബ്ലൂ എഞ്ചിനെയാണ്. കാരണം അത് മറ്റുള്ളവരോട് ദയ കാണിക്കുന്നു, മറ്റുള്ളവരെ സഹായിക്കുന്നതിന് ദൃഢനിശ്ചയം ഉള്ളവയുമാണ്. സജസ്റ്റ് അനദർ ടൈറ്റിൽ ഫോർ ദ സ്റ്റോറി. ഇല്ലേ, നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണത്. കഥയ്ക്ക് മറ്റൊരു തലക്കെട്ട് നിർദ്ദേശിക്കാനാണ് പറയുന്നത്. Another possible title for the story could be The Little Blue Engine's Great Help. The Little Blue Engine's Great Help, or The Train That Wouldn't Move. ഈ രണ്ട് പേരുകൾ നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയും അല്ലേ. എന്താണ്? ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ്റെ മഹത്തായ സഹായം, അല്ലെങ്കിൽ കുഞ്ഞു ട്രെയിനിന് നീങ്ങാൻ കഴിയുമായിരുന്നില്ല എന്നിങ്ങനെയുള്ള തലക്കെട്ടുകളൊക്കെ നമുക്ക് ഈ ഒരു പാഠഭാഗത്തിന് നൽകാൻ പറ്റും. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണേ.